Good morning, students. Higher order differential equational solution of differential equation അല്ലെങ്കിൽ solution of homogeneous differential equation with constant coefficients ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കി, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് solution of differential equation അല്ലെങ്കിൽ solution of homogeneous differential equation with constant coefficientsന്റെ boundary value problems ആണ്. That is boundary conditions നമുക്ക് തന്നിട്ടുണ്ടാവും. ആ boundary conditions യൂസ് ചെയ്തിട്ട് അവിടെ വരുന്ന അൺനോൺസിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോമോജീനിയസ് ആണ് ഇതുവരെ നോക്കിയത്. നോൺ ഹോമോജീനിയസ് എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയായിരിക്കാം. എങ്കിലും ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു 0. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 അല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ വേറെ ഒരു വാല്യൂസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ അതാണ് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Solve the given boundary value problem. Y double dash plus 2y dash plus 2y equal to 0, y of 0 equal to 1 and y of pi by 2 equal to 0. Differential equation തന്നിരിക്കുന്നത് y double dash plus 2y dash plus 2y equal to 0 ആണ്. Boundary condition തന്നിട്ടുണ്ട് y of 0 equal to 1 y of pi by 2 equal to 0 എന്നും. The given differential equation can be written as d square plus 2d plus 2 equal to 0. അതല്ലെങ്കിൽ d square y plus 2dy plus 2y equal to 0 എന്ന് എഴുതാം. 2y equal to 0 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ വരിക? ഡീനെ നമുക്ക് എമ്മിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എം സ്ക്വയർ പ്ലസ് 2m പ്ലസ് 2 ഈക്വൽ ടു 0. ദെർഫോർ ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മളിവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയുന്നത് എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇനി എ പറയുന്നത് എം സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ, ബി എന്ന് പറയുന്നത് എമ്മിൻ്റെ കോഎഫിഷ്യൻ, സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ -1 -2, b എന്ന് പറയുന്നത് -2 ആണല്ലോ. സോ -2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 4 into 1 into 2 ഡിവൈഡഡ് ബൈ 2. That is -2 plus or minus square root of 4 minus 8 by 2. That is -2 plus or minus square root of -4 by 2. Square root of -4 എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് i ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. സോ -2 പ്ലസ് ഓർ മൈനസ് 2i ബൈ 2 എന്ന് വരും. -2 പ്ലസ് ഓർ മൈനസ് 2i ബൈ 2 ആണ് എമ്മിൻ്റെ വാല്യൂ. ദാറ്റ് ഇസ് 2 കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ എം ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് i എന്ന് വരും. -1 plus or minus i. So m is having two values, -1 plus i and -m minus i. So alpha എന്ന് പറയുന്നത് real part which is -1, beta എന്ന് പറയുന്നത് imaginary part which is 1. Okay. Therefore general solution എന്തായിരിക്കും? y equal to e raised to alpha x into a cos beta x plus b sin beta x. a cos beta x plus b sin beta x ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫയുടെ വാല്യൂ -1ഉം ബീറ്റയുടെ വാല്യൂ 1ഉം ആണ്. സോ e raised to 1 into x, e raised to -1 into x into a cos 1x plus b sin 1x. It can be written as y equal to e raised to -x into a cos x plus b sin x. On applying the initial value problem, നമ്മളിവിടെ initial value condition apply ചെയ്യണം. initial value problem എന്താ? y of 0 equal to 1. y of 0 equal to 1. ഒരു ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ തന്നിരിക്കുന്നത് y of 0 equal to 1 ആണ്. That is when the value of x is 0, the value of y will be equal to 1. സോ എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ 0 കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ y-യുടെ വാല്യൂ 1 ആവും. സോ 1 equal to e raised to -0 into a cos 0 plus b sin 0. ഇനി sin 0 എന്താ? 0 ആണ്. cos 0 എന്താ? 1 ആണ്. സോ a into 1 plus b into 0 എന്ന് വരും. ദാറ്റ് ഇസ് a എന്ന് മാത്രം വരും. e raised to -0 is same as 1 itself. സോ 1 equal to a. ദാറ്റ് ഇസ് വാല്യൂ ഓഫ് 1 എന്തായി? a ആയി. ഇനി അതുപോലെ രണ്ടാമത്തെ ഇനീഷ്യൽ വാല്യൂ, ദാറ്റ് ഇസ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. ഞാൻ അവിടെ ഓൺ അപ്ലൈയിങ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. വെരി സോറി, അവിടെ എഴുതേണ്ടത് എന്താ? ഓൺ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഓൺ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ എന്നാണ് എഴുതേണ്ടത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നല്ല അവിടെ എഴുതേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബൗണ്ടറി കണ്ടീഷനാണ്. സോ ബൈ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ എന്ന് തന്നെ പറയണം. ഓക്കെ, സോ അങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ, ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ എയുടെ വാല്യൂ 1 ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷനാണ് y of pi by 2 equal to 0. That is when the value of x is pi by 2, the value of y is 0. So 0 equal to e raised to -pi by 2 into a cos pi by 2 plus b sin pi by 2. ഇനി
കോസ് പൈ ബൈ ടു എന്താ 0 ആണ്, സൈൻ പൈ ബൈ ടു എന്താ 1 ആണ്. സോ a ഇൻറ്റു 0 പ്ലസ് ബി ഇൻറ്റു 1 എന്ന് വരും. ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു ഓൾറെഡി പുറത്തുണ്ട്. സോ ഇ റേസ് ടു മൈനസ് പൈ ബൈ ടു ഇൻറ്റു ബി എന്ന് മാത്രം വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് 0 ഈക്വൽ ടു ബി ബൈ ഇ റേസ് ടു പൈ ബൈ ടു. ദാറ്റ് ഇംപ്ലൈസ് ബി ഈസ് ഈക്വൽ ടു 0. സോ ബിയുടെ വാല്യൂ എന്തായി 0 ആയി, എയുടെ വാല്യൂ 1 ആയി. സോ നമ്മുടെ സൊല്യൂഷൻ എന്താ y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു a cos x പ്ലസ് ബി സൈൻ എക്സ് ആയിരുന്നു. അതിൽ എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 cos x പ്ലസ് 0 സൈൻ എക്സ്, ദാറ്റ് ഇസ് y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find a homogeneous linear differential equation with constant coefficient whose general solution is given. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫ്രെയിം ഔട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് തരുന്നത് എന്തായിരിക്കും? ഏതോ ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്, ജനറൽ സൊല്യൂഷനാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക. ആ ജനറൽ സൊല്യൂഷനിൽ നിന്നും നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു c1 ഇ റേസ് ടു മൈനസ് 10x പ്ലസ് c2 x ഇ റേസ് ടു മൈനസ് 10x. ഇവിടെ നോക്കാം, രണ്ടവിടെയും c1 ഇ റേസ് ടു മൈനസ് 10x പ്ലസ് c2 ഇൻറ്റു എക്സ് ഇ റേസ് ടു മൈനസ് 10x. ഇങ്ങനെ ഈ ജനറൽ സൊല്യൂഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം ഏതാണ് ദ റൂട്ട്സ് ആർ റിയൽ റൂട്ട്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്? c1 പ്ലസ് c2x ഇൻറ്റു ഇ റേസ് ടു mx എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല. ശരിയല്ലേ? സൊല്യൂഷനിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നത് എങ്കിൽ നമുക്ക് അവിടെ ജനറൽ സൊല്യൂഷൻ എഴുതാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് y ഈക്വൽ ടു c1 പ്ലസ് c2x ഹോൾ ഇൻറ്റു ഇ റേസ് ടു mx എന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോലെയല്ലേ ഉള്ളത്? c1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 10x പ്ലസ് c2 ഇൻറ്റു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 10x. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ ഇവിടെ m1 അല്ലെങ്കിൽ m2 ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് m-ൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? മൈനസ് 10 ആക്കി എടുക്കാം. ഓക്കെ, m1 അല്ലെങ്കിൽ m2, അതല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് m-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും. ഈക്വൽ റൂട്ട്സ് ആണെന്ന് മനസ്സിലായി, ശരിയല്ലേ? ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് മൈനസ് 10 ഈക്വൽ ടു m ആണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം? auxiliary equation m equal to minus 10. So m plus 10 equals to 0. m equal to minus 10 എങ്കിൽ m plus 10 equal to 0. ഇനി രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ഉറപ്പായിട്ട് നമുക്ക് എന്തുണ്ട്? റിയൽ ആൻഡ് ഈക്വൽ സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ m സ്ക്വയർ പ്ലസ് 10 എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്താൽ മാത്രമാണ് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും. സോ m പ്ലസ് 10 ഹോൾ സ്ക്വയറിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്രകാരം എക്സ്പാൻഷൻ ചെയ്യുന്നു. സോ m സ്ക്വയർ പ്ലസ് 20m പ്ലസ് 100 ഈക്വൽസ് ടു 0, which corresponds to the homogeneous linear differential equation. So m square plus 20m plus 100 equal to 0 എന്ന് പറയുന്നത് ഓക്സിലറി ഇക്വേഷൻ ആണ്, ശരിയല്ലേ? അപ്പം നമ്മൾ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ നോക്കുക. ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിന് റിവേഴ്സ് ഓർഡറിൽ പോവാം. നമ്മൾ ഡി സ്ക്വയർ വൈ പ്ലസ് ഡി വൈ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതിനെയാണ് നമ്മളിങ്ങനെ എം സ്ക്വയർ പ്ലസ് എം പ്ലസ് കോൺസ്റ്റന്റ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതിയിരിക്കുന്നത്, ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജസ്റ്റ് ആ ഓക്സിലറി ഇക്വേഷൻ അവിടുന്ന് നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിന് റിവേഴ്സ് ഓർഡറിലൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? എം സ്ക്വയർ പ്ലസ് 20m പ്ലസ് 100 ഈക്വൽ ടു 0. സോ ദാറ്റ് ഇംപ്ലൈസ് y ഡബിൾ ഡാഷ് പ്ലസ് 20y ഡാഷ് പ്ലസ് 100y ഈക്വൽ ടു 0. ഇറ്റ് ഇസ് ദ റിക്വയർഡ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു c1 cos x പ്ലസ് c2 sin x പ്ലസ് c3 cos 3x പ്ലസ് c4 sin 3x. നോക്കുക, സോ കോസും സൈനും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൂട്ട്സ് എന്തായിരിക്കും? ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും, ശരിയല്ലേ? ആദ്യത്തെ രണ്ടെണ്ണം നോക്കുക. c1 cos x പ്ലസ് c2 sin x. സോ അവിടെ ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ ഇല്ല, ഇ റേസ് ടു എന്നുള്ളൊരു ഫോം തന്നെ ഇല്ല. സോ അതിനർത്ഥം എന്തായിരിക്കും? ആൽഫയുടെ വാല്യൂ 0 ആയിരിക്കും. ആൽഫയുടെ വാല്യൂ 0 ആയാൽ മാത്രമേ ഇ റേസ് ടു 0 എന്താവുള്ളൂ? 1 ആവുള്ളൂ. സോ ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഇസ് 0. ഇനി ആദ്യത്തെ രണ്ട് ടേം നോക്കിയാലും ആൽഫയുടെ വാല്യൂ 0 ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് ടേം നോക്കിയാലും എന്താണ്? ആൽഫയുടെ വാല്യൂ 0 ആണ്. ഇനി ഇവിടെ c1 c2 c3 c4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 സൊല്യൂഷൻ ഉണ്ട്. സോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരിക്കണം? ഒരു 4th ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കണം. 4 കോൺസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാം? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള
ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു 4th ഡിഗ്രി ഇക്വേഷൻ ആവണം. ഓക്കെ, സോ ആൽഫ 1 എന്ന് പറയുന്നതും 0 ആണ്, ആൽഫ 2 എന്ന് പറയുന്നതും 0. നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണല്ലോ, രണ്ട് വാല്യൂസ് ആണുള്ളത്, രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. അതിൽ ഒന്നിൽ ആൽഫ 0, രണ്ടാമത്തേലും ആൽഫ 0. അതിന് രണ്ട് ആൽഫാസ് ഉള്ളതുകൊണ്ട് ഒന്നിനെ ആൽഫ 1 എന്നും ഇന്നൊന്നിനെ ആൽഫ 2 എന്നും എടുക്കുന്നു. ഇനി ബീറ്റ എന്ന് പറയുന്നത് എന്താ, എക്സിൻ്റെയും അല്ലെങ്കിൽ സൈൻ എക്സ് കോസ് എക്സ്, എക്സിൻ്റെ കൂടെ എന്താണോ നമ്പർ അതാണ് ബീറ്റ എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ കൂടെ എന്താണ് നമ്പർ 1 ആണ്, കോസ് എക്സ് പറഞ്ഞാൽ കോസ് 1x, സൈൻ എക്സ് പറഞ്ഞാൽ സൈൻ 1x. സോ ഫസ്റ്റ് രണ്ട് ടേം പ്രകാരം ബീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സോ വി ക്യാൻ ടേക്ക് ബീറ്റ 1 ആസ് 1. ഇനി അടുത്ത രണ്ട് ടേം, തേർഡ് ഫോർത്ത് ടേമിൽ കോസ് 3x സൈൻ 3x ആണ്. സോ അതിനർത്ഥം ബീറ്റയുടെ വാല്യൂ 3 ആണ്. സോ ആൽഫ 1 is 0, ബീറ്റ 1 is 1, ആൽഫ 2 is 0 ആൻഡ് ബീറ്റ 2 is 3. സോ നമുക്ക് M1 രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്നറിയാം. M1 എന്ന് പറയുന്നത് 0 പ്ലസ് ആയി, M2 എന്ന് പറയുന്നത് 0 മൈനസ് ആയി, M3 എന്ന് പറയുന്നത് 0 പ്ലസ് 3 ആയി, M4 എന്ന് പറയുന്നത് 0 മൈനസ് 3 ആയി. സോ 4 സൊല്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയി, ശരിയല്ലേ? M1, M2, M3, M4. അപ്പോൾ M1 എന്ന് പറയുന്നത്, സോ M1 അതിന് നമുക്ക് എല്ലാത്തിലും ജനറൽ ആയിട്ട് M എന്ന് കൊടുക്കാം. So M can take the value M1, M2, M3, M4 എന്ന് എടുത്തത്, that is M is having values I, minus I, 3I and minus 3I. എമ്മിന് 4 വാല്യൂസ് ഉണ്ട്, ഒന്ന് I, ഇനിയൊന്ന് നെഗറ്റീവ് I, ഇനിയൊന്ന് പോസിറ്റീവ് 3I, ഇനിയൊന്ന് നെഗറ്റീവ് 3I. സോ അതിൽ നമുക്ക് എമ്മിൻ്റെ കൂടെ എഴുതുമ്പോൾ നമുക്ക് 4 ഫാക്ടേഴ്സ് വരും. ദാറ്റ് ഈസ് M മൈനസ് I, M പ്ലസ് I, M മൈനസ് 3I, M പ്ലസ് 3I. സോ ഇത് 4 ടേമിൻ്റെയും പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കണം, ശരിയല്ലേ? ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. സോ ഈ 4 ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ആദ്യത്തെ രണ്ടെണ്ണം നോക്കൂ, A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. പിന്നത്തെ രണ്ടെണ്ണം അതേം A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോമാണ്. ദാറ്റ് ഈസ് A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് M സ്ക്വയർ മൈനസ് I സ്ക്വയർ ഇൻറ്റു M സ്ക്വയർ മൈനസ് 3I ദ ഹോൾ സ്ക്വയർ. I സ്ക്വയർ എന്താ, -1. സോ M സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു M സ്ക്വയർ മൈനസ് 9 ഇൻറ്റു -1, അങ്ങനെയാണ് പ്ലസ് 9 ആവുന്നത്. M സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു M സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ചെയ്യാം. സോ M റേസ് ടു 4 പ്ലസ് 9 M സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് M റേസ് ടു 4 പ്ലസ് 10 M സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. സോ ഇത് ഓക്സിലറി ഇക്വേഷൻ ആണ്. ഈ കിട്ടിയത് എന്താ, ഓക്സിലറി ഇക്വേഷൻ ആണ്. ഇത് ഓക്സിലറി ഇക്വേഷൻ എങ്കിൽ ഇതിൽ നിന്നും റിക്വയർഡ് ആയിട്ടുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ y പ്ലസ് 10 d റേസ് ടു 4y പ്ലസ് d സ്ക്വയർ y പ്ലസ് 9y ഈക്വൽ ടു 0 എന്നായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്ങനെയാണ്, d റേസ് ടു 4y പ്ലസ് 10 d സ്ക്വയർ y പ്ലസ് 9y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y റേസ് ടു 4 പ്ലസ് 10y സ്ക്വയർ പ്ലസ് 9y ഈക്വൽസ് ടു 0. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈക്വൽ ടു 0 പകരം ഇവിടെ നിന്നുണ്ട് ഈക്വൽ ടു g of x എന്നുണ്ട്. ദ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് nth ഓർഡർ വിച്ച് വി റൈറ്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം a n of x into d raised to n y by dx raised to n plus a n minus 1 of x into d raised to n minus 1 y by dx raised to n minus 1 plus etc. a 1 of x into dy by dx plus a naught of x into y equal to g of x, where a naught, a1, x, a2 etc. a n and g of x are continuous real function on a. അങ്ങനെയാണെങ്കിൽ on a common interval, that is a naught, a1, a2 etc. a n and g of x are continuous real functions on a common interval I, and a n of x is not equal to 0 on I. Then the general solution of the equation 1 is of the form y of x is equal to yc of x plus yp of x. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് സൊല്യൂഷൻ ആണ് നമുക്ക് വരിക, ഒന്ന് yc of x ഉം ഇനിയൊന്ന് yp of x ഉം. ഓക്കെ, അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി ഈ yc of x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും, c1 y1 of x പ്ലസ് c2 y2 of x പ്ലസ് cn പ്ലസ് എക്സെട്ര cn yn of x എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയും. ഇനി yp of xനെ നമ്മൾ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഫംഗ്ഷനും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, verify that the given 2-parameter family of function is the general solution of the non-homogeneous differential equation on the indicated interval. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്, നമുക്കൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ആ സൊല്യൂഷൻ വെരിഫൈ ചെയ്യണം അത് ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് നമ്മളെ കൊണ്ട് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്, y ഡബിൾ ഡാഷ് മൈനസ് 7y ഡാഷ് പ്ലസ് 10y ഈക്വൽ ടു 24 e raised to x.
സൊല്യൂഷൻ ആയിട്ട് തന്നിരിക്കുന്നത് c1 e raised to 2x plus c2 e raised to 5x plus 6 e raised to x എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ y ഈക്വൽ ടു c1 e raised to 2x plus c2 e raised to 5x plus 6 e raised to x എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് മൈനസ് 7y ഡാഷ് പ്ലസ് 10y ഈക്വൽ ടു 24 e raised to x എന്ന് പറയുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് നമ്മളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സോ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരിക്കും സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് LHS ഇസ് ഈക്വൽ ടു RHS എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. സോ ആദ്യം നമുക്ക് LHSൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. LHS എന്താ? y ഡബിൾ ഡാഷ് മൈനസ് 7y ഡാഷ് പ്ലസ് 10y അല്ലേ. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ y എന്ന് പറയുന്നത് c1 e raised to 2x plus c2 e raised to 5x plus 6 e raised to x ആണ്. സോ y ഡാഷ് എന്താ വരിക? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. yനെ വിത്ത് റെസ്പെക്ട് ടു x ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 2c1 e raised to 2x plus 5c2 e raised to 5x plus 6 e raised to x എന്ന് വരും. ഒരിക്കൽ കൂടി സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ വരിക? 4c1 e raised to 2x plus 25c2 e raised to 5x plus 6 e raised to x. സോ ഈ y ഡബിൾ ഡാഷിനെയും y ഡാഷിനെയും y വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4c1 e raised to 2x plus 25c2 e raised to 5x plus 6 e raised to x minus 7 into 2c1 e raised to 2x plus 5c2 e raised to 5x plus 6 e raised to x plus 10 into c1 e raised to 2x plus c2 e raised to 5x plus 6 e raised to x. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓരോ ടേമും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4c1 e raised to 2x plus 25c2 e raised to 5x plus 6 e raised to x, 14c1 e raised to 2x minus 35c2 e raised to 5x minus 42 e raised to x, 10c1 e raised to 2x, 10c2 e raised to 10c2 e raised to 5x plus 60 e raised to x എന്ന് വരും. ഇവിടെ നോക്കാം e raised to 2x, e raised to 2xൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ നോക്കൂ. 4 minus 14 10 അല്ലേ. സോ 4 plus 10 എത്ര വരിക? 14. അവിടെ നെഗറ്റീവ് 14 കൂടി ഉണ്ട്. സോ പോസിറ്റീവ് 14 ആൻഡ് നെഗറ്റീവ് 14 c1 e raised to 2x വിൽ ഗെറ്റ് ക്യാൻസൽ. അതുപോലെ c2 e raised to 5xൻ്റെ കോഎഫിഷ്യൻ നോക്കൂ. ഒന്ന് 25, ഇനി ഒന്ന് മൈനസ് 35, പിന്നെ ഒന്ന് പ്ലസ് 10. സോ 25 പ്ലസ് 10 എത്ര വരും? 35. 35 മൈനസ് 35 വിൽ ബി ഈക്വൽ ടു 0. സോ c1 e raised to 2x എന്നുള്ള ടേമും c2 e raised to 5x എന്നുള്ള ടേംസും ഇതും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താണുള്ളത്? 6 e raised to x minus 42 e raised to x plus 60 e raised to x. So 6 plus 60 ചെയ്യുമ്പോൾ എത്ര വരെ? 66 e raised to x minus 42 e raised to x. That is equal to 24 e raised to x. ഈ 24 e raised to x തന്നെയല്ലേ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ളത് അല്ലേ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തി. നമുക്ക് എന്ത് പറയാം? Therefore the given solution, that is c1 e raised to 2x plus c2 e raised to 5x and plus 6 e raised to x is a solution of the non-homogeneous linear differential equation y double dash minus 7y dash plus 10y equal to 24 e raised to x. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് ശേഷം നമ്മൾ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.